ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മൊബൈൽ പേയുടെ ആപ്ലിക്കേഷനിൽ പുതിയ അപ്ഡേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളോട് മൊബൈൽ പേയുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നതാണ് കമ്പനി നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യം. ആ മൊബൈൽ പേയുടെ വെബ്സൈറ്റ് mobilepay.co.in അതെല്ലാവർക്കും അറിയാം. അതിൽ ഇപ്പോൾ ഏറ്റവും അപ്ഡേഷൻ എന്ന് പറയുന്നത് പുതിയ നമ്മുടെ വരാൻ പോകുന്ന ആപ്പിൽ എങ്ങനെയാണോ വരേണ്ടത് അതിൻ്റെ ഫുള്ള് അതേപോലെ തന്നെയാണ് വെബ്സൈറ്റിലും ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെബ്സൈറ്റിൽ ഒരുവിധ വർക്കുകളൊക്കെ അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം എല്ലാ റീചാർജുകളും ഫെസിലിറ്റീസും ഒക്കെ നമുക്കിവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. കുറേ നമുക്കിപ്പോൾ ഈ ദിവസങ്ങളിൽ സ്റ്റാർട്ടാകും. ഡിസംബർ മാസത്തിന് മുമ്പ് നമുക്ക് A to Z ഇ കൊമേഴ്സ് സെക്ടറിലുള്ള A to Z പ്രോഗ്രാമുകൾ നമുക്കിവിടെ വരാൻ പോവാണ്. അപ്പോൾ അത് ആ വലിയൊരു ഗുഡ് ന്യൂസാണ് നമ്മളെ ഒഫീഷ്യലി കമ്പനി പ്രോഗ്രാമിലൂടെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മൊബൈൽ റീചാർജോ DTH റീചാർജോ അല്ലെങ്കിൽ കറണ്ട് ബില്ലൊക്കെ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അത് പേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരുന്നത് മറ്റ് UPI ഐഡികളെയാണ്. അത് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ളതിനെയാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. എന്നാൽ നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്. നമ്മുടേതായിട്ട് ഓൺ വാലറ്റ്, നമ്മുടെ PPI ലൈസൻസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നിങ്ങളെല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ PPI ലൈസൻസ് കിട്ടിയതുകൊണ്ട് RBIയുടെ ആ ലൈസൻസ് കിട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടേതായിട്ടുള്ള വാലറ്റ് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാലറ്റിൽ നമുക്ക് പൈസ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. മൊബൈൽ പേ വാലറ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. മൊബൈൽ പേ വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളവിടെ കാണുന്നുണ്ട് ഏഡ് മണി. ഓക്കെ, ഇവിടെ ഏഡ് മണിയിൽ പോകുക. മിനിമം 100 റുപ്പീസാണ് അവിടെ നിങ്ങൾക്ക് ഏഡ് ചെയ്യാൻ കഴിയുക. ഞാൻ അവിടെ 100 റുപ്പീസ് 100 രൂപ നിങ്ങൾക്ക് മിനിമം അവിടെ ഏഡ് ചെയ്യാം. അവിടെ പ്രൊസീഡ് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ UPI ID നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏതാണോ നിങ്ങളുടെ UPI അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ കാർഡോ ഏത് ഫെസിലിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഇപ്പോൾ ഞാനിപ്പോൾ UPI ആണ് സെലക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ UPI അവിടെ ഞാൻ അടിച്ചു കൊടുക്കാമാണ്. കാർഡുകളാണെങ്കിൽ ആ കാർഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. ഞാൻ എൻ്റെ UPI ID അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ UPI ID ഞാൻ അവിടെ അടിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ അതിന് പേ കൊടുത്തു. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഏത് ആപ്പാണോ നമ്മൾ ഇതിൻ്റെയാണോ UPI ID നമ്മൾ കൊടുത്തത്, ഓട്ടോമാറ്റിക്കലി ആ UPI IDയിലോട്ട് ഇതിന് മെസ്സേജ് പോകും. ഇപ്പോൾ ഇവിടെ എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് വരാം. ഓക്കെ, ഇപ്പോൾ 200 രൂപ പേ ചെയ്യാൻ പാട്ടുള്ള മെസ്സേജ് വന്നു. ഞാനത് പേ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് ആ പൈസ അതിലോട്ട് കടന്നു പോകുന്നതാണ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല, കാരണം എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഞാൻ അതിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി അവിടെ പൈസ നേരത്തെ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഫോൺ റീചാർജ് ചെയ്യുക. എന്താണ് എൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ അതെനിക്ക് റീചാർജ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ നമ്മുടെ ലോഗോ കാണുന്നതിൻ്റെ തൊട്ട് അടുത്തായിട്ട് 3 ലൈൻ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മൾ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യാം. ഡാഷ്ബോർഡ് സെലക്ട് ചെയ്താൽ വീണ്ടും ആ ഹോം പേജ് നമുക്ക് വരാണ്. ആ ഹോം പേജ് വരുമ്പോൾ എനിക്ക് ആവശ്യം എൻ്റെ മൊബൈൽ റീചാർജ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ എൻ്റെ മൊബൈൽ റീചാർജിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എന്നോട് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തു. അവിടെ ഏതാണോ കമ്പനി എന്നുള്ളത് ഞാൻ അവിടെ ചൂസ് ചെയ്തു. എമൗണ്ട് എത്ര എമൗണ്ട് ആണോ എനിക്ക് അവിടെ റീചാർജ് ചെയ്യേണ്ടത് ഞാൻ അതും അവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനത് പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുത്തു. പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നേരത്തെ UPI ലിസ്റ്റുകളാണ്, അല്ലെങ്കിൽ കാർഡോ അങ്ങനെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആ ഓപ്ഷനാണ് വന്നെങ്കിൽ ഇപ്പോൾ വരുന്നത് വാലറ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം വാലറ്റിൽ ആഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ കാർഡ് മറ്റൊരു പേയ്മെൻറ്റ് നമ്മൾ നടത്തിയത് മറ്റൊരു കമ്പനിയുടെ ആയിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് നമുക്ക് പ്രോഫിറ്റ് നമുക്ക് ലോസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ വാലറ്റ് നമ്മുടെ ഓൺ വാലറ്റ് ആയതുകൊണ്ട് അതിൻ്റെ കൂടി പ്രോഫിറ്റ് നമുക്ക് കിട്ടാനുള്ളൊരു അവസരം തന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. ഞാനവിടെ മേക്ക് പേയ്മെൻറ്റ് അടിച്ചു കൊടുത്തു. ഇനി എനിക്കിവിടെ ഇവിടെ 2 ഓപ്ഷൻ കാണുന്നുണ്ട്. OTP വഴിയോ ട്രാൻസാക്ഷൻ പിന്ന് വഴിയോ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു OTP വഴിയാണ് ഞാനിവിടെ ചൂസ് ചെയ്തെങ്കിൽ ഞാനിവിടെ OTP സെലക്ട് ചെയ്തു. അപ്പോൾ നേരെ ഇപ്പോൾ OTP നമ്മുടെ മൊബൈലിലോട്ട് വരും. ആ OTP അവിടെ അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ആക്ടിവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. റീചാർജ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്കിവിടെ OTP വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്ക് OTP വന്നു കഴിഞ്ഞു. ഞാനവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ OTP അവിടെ അടിച്ചു കൊടുത്തു. ഞാനവിടെ സബ്മിറ്റ് കൊടുത്തു. അവിടെ ചോദിക്കുന്നുണ്ട് പ്രൊസീഡ് ചെയ്തു. വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ബാക്ക് പോവോ വേറെ ബട്ടൺ അമർത്തോ ചെയ്യരുത്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് ആ മേലത്തെ ബാറ് ബട്ടൺ കംപ്ലീറ്റ് ആവുന്നത് വരെ.
ഓക്കെ, അവിടെ ട്രാൻസാക്ഷൻ നമ്മൾ സക്സസ് ആയി. അതിൻ്റെ ട്രാൻസാക്ഷൻ കോഡും ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണിച്ചു. നമ്മുടെ മൊബൈൽ റീചാർജ് അവിടെ നടന്നു, വളരെ സക്സസ് ആയിട്ട് നടന്നു. അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഇവിടെ 2 പ്രോഫിറ്റാണ് നമുക്ക് കിട്ടാം. ഒന്ന് മൊബൈൽ റീചാർജ് നമുക്ക് നടന്നു, നമ്മുടെ റീചാർജ് കമ്മീഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വാലറ്റിൽ പൈസ ഏഡ് ചെയ്തതിനുള്ള പ്രോഫിറ്റും കൂടി നമുക്ക് കിട്ടണം. 2 പ്രോഫിറ്റ് നമുക്ക് കിട്ടാനുള്ളൊരു അവസരം ഇപ്പോൾ നമുക്ക് തന്നിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ റീചാർജുകൾ, അത് കറണ്ട് ബില്ലായിക്കോട്ടെ, ഗ്യാസ് ബില്ലായിക്കോട്ടെ, അല്ലെങ്കിൽ DTH മൊബൈലൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. മാക്സിമം ടീമിലോട്ട് അത് ഷെയർ ചെയ്യുക, മാക്സിമം ആളുകൾ ചെയ്യാം, മാക്സിമം ഏൺ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.